ഫെസ്റ്റ് 2025 ഇന്ന് തിരശ്ശീല ഉയരും. കോട്ട് പ്രദേശത്തുള്ള 10ഓളം ക്ലബ്ബുകളും സാംസ്കാരിക സംഘടനകളും നേതൃത്വം നൽകുന്ന കോട്ട് ഫെസ്റ്റ് ഇന്ന് തൊട്ട് 3 ദിവസങ്ങളിലായി പ്രദേശത്തിന്റെ ഉത്സവമായി കൊണ്ടാടും. വാഗൺ ട്രാജഡിയുടെ സ്മരണകൾ ഉണർത്തുന്ന കോട്ട് ദേശത്തിന്റെ സാംസ്കാരിക സാമൂഹ്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചും മതസൗഹാർദ്ദത്തിന്റെയും സാഹോദര്യത്തിന്റെയും പരസ്പര സഹവർത്തിത്വത്തിന്റെയും കൂട്ടായ്മയായ തിരൂർ ടീം കോട്ട് ഫെസ്റ്റ് അണിയിച്ചൊരുക്കുന്ന സാംസ്കാരിക ഘോഷയാത്ര 500ഓളം കലാകാരന്മാരുടെയും 30ഓളം കലാരൂപങ്ങളുടെയും ഗജവീരന്മാരുടെയും അകമ്പടിയോടെ ഫെബ്രുവരി 7-ന് വെള്ളിയാഴ്ച 4 മണിക്ക് പയ്യനങ്ങാടിയിൽ നിന്നും ആരംഭിക്കും. മതത്തിന്റെയോ രാഷ്ട്രീയത്തിന്റെയോ വേർതിരിവില്ലാതെ കഴിഞ്ഞ 14 വർഷമായി ഒരു നാട് മുഴുവൻ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന വർണ്ണശബളമായ ഒരു സാംസ്കാരിക പരിപാടിയാണ് കോട്ട് ഫെസ്റ്റ്. പരിപാടിയുടെ പൊലിമ കൂട്ടുന്നത് കോട്ട് പ്രദേശത്തുള്ള 10ഓളം ക്ലബ്ബുകളും സാംസ്കാരിക സംഘടനകളുമാണ്. പയ്യനങ്ങാടിയിൽ നിന്നും തുടങ്ങി തിരൂർ നഗരം ചുറ്റി കല്ലിങ്ങൽ റോഡ് വഴി കോട്ട് ഫെസ്റ്റ് ഗ്രൗണ്ടിൽ സമാപിക്കുന്ന രീതിയിലാണ് ഘോഷയാത്ര ക്രമീകരിച്ചിരിക്കുന്നത്. ഘോഷയാത്രയുടെ ഫ്ളാഗ് ഓഫ് കർമ്മം തിരൂർ സർക്കിൾ ജിനേഷ് KJ നിർവഹിക്കും. ആദ്യ ദിവസമായ ഫെബ്രുവരി 4-ാം തീയതി ചൊവ്വാഴ്ച രാവിലെ 10 മണിക്ക് തിരൂർ നഗരസഭാ ചെയർപേഴ്സൺ AP നസീമ പതാക ഉയർത്തുന്നതോടെ 14ാമത് കോട്ട് ഫെസ്റ്റിന് തുടക്കം കുറിക്കും. പ്രസ്തുത പരിപാടിയിൽ തിരൂർ പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് S ഗിരീഷ്, വൈസ് ചെയർമാൻ രാമൻകുട്ടി പാങ്ങാട്ട്, മറ്റ് കൗൺസിലർമാർ തുടങ്ങിയവർ പങ്കെടുക്കും. തുടർന്ന് 10:30 മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ ടീം കോട്ട് ഫെസ്റ്റും അൽനൂർ ഹോസ്പിറ്റൽ തലക്കടത്തൂരും സംയുക്തമായി സംഘടിപ്പിക്കുന്ന മെഗാ മെഡിക്കൽ ക്യാമ്പ് തിരൂർ സബ് ഇൻസ്പെക്ടർ സുജിത് RP ഉദ്ഘാടനം ചെയ്യും. ജനറൽ വിഭാഗം, എല്ലുരോഗ വിഭാഗം, കുട്ടികളുടെ വിഭാഗം, ENT വിഭാഗം തുടങ്ങിയ 12ഓളം സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാർ ക്യാമ്പിൽ പങ്കെടുക്കും. വൈകിട്ട് 7 മണിക്ക് സംസ്ഥാന ഹജ്ജ് കായിക വകുപ്പ് മന്ത്രി V അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യുന്നതോടെ 14ാമത് കോട്ട് ഫെസ്റ്റിന് തുടക്കമാകും. തുടർന്ന് കൊമ്പങ്കാട് കോയ കുഞ്ഞാപ്പൂ ടീമിന്റെ ഹാസ്യ പരിപാടിയോടൊപ്പം വട്ടപ്പാട്ട്, ഒപ്പന, കോൽക്കളിക്കും പുറമെ നാട്ടിലെ കലാകാരന്മാരുടെ ഗാനമേളയും അരങ്ങേറും. 2ാം ദിവസമായ 5-ാം തീയതി ബുധനാഴ്ച വൈകിട്ട് 7 മണിക്ക് കുറുക്കോളി മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടിയിൽ സൂഫി ഗായകരായ സമീർ ബിൻസിയും ഇമാം മജ്ബൂറും നേതൃത്വം കൊടുക്കുന്ന സൂഫി നൈറ്റ് അരങ്ങേറും. 3-ാം ദിവസമായ 6-ാം തീയതി വ്യാഴാഴ്ച രാത്രി 7 മണിക്ക് തിരൂർ സബ് കളക്ടർ ദിലീപ് K കൈനിക്കര ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടിയിൽ കണ്ണൂർ ഷെരീഫ്, ഫാസില ബാനു ടീമിന്റെ ഇഷൽ ലൈറ്റും അരങ്ങേറും. കോട്ട് ഫെസ്റ്റിന്റെ സമാപന ദിവസമായ 7-ാം തീയതി വെള്ളിയാഴ്ച വൈകിട്ട് 4 മണിക്ക് തിരൂർ സർക്കിൾ ഇൻസ്പെക്ടർ ജിനേഷ് RJ ഫ്ളാഗ് ഓഫ് ചെയ്യുന്നതോടെ സാംസ്കാരിക ഘോഷയാത്രയ്ക്ക് പയ്യനങ്ങാടിയിൽ നിന്നും തുടക്കമാകും. രാത്രി 9 മണിയോടെ പയ്യനങ്ങാടി കോട്ട് ഫെസ്റ്റ് ഗ്രൗണ്ടിൽ ആകാശ വിസ്മയം തീർക്കുന്ന കരുമരുന്നിനോടൊപ്പവും മെഗാ നറുക്കെടുപ്പിനോടൊപ്പവും കൂടി 14ാമത് കോട്ട് ഫെസ്റ്റിന് സമാപനം കുറിക്കുമെന്ന് ഭാരവാഹികളായ ബഷീർ പാറപ്പുറത്ത്, അഷ്റഫ് താഴത്തേതിൽ, ഹസൻ തെണ്ടത്ത്, അസ്കർ പാറയിൽ, MS ജമാൽ ബാവ, ഹാജി ഷറഫു, അൻവർ PKB, ഷബീർ അലി ചാലുപറമ്പിൽ, റഷീദ് ചന്ദ്രച്ചാട്ട്, യൂസഫ് പൂഴിത്തറ, സലാം കല്ലിങ്ങൽ, റഫീഖ് നാലുകണ്ടത്തിൽ, അയാസ് മുണ്ടേക്കാട്ട്, സിറാജ് മച്ചിഞ്ചേരി, കുഞ്ഞുമൊയ്തീൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ന്യൂസ് 99 തിരൂർ.